പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഷോർട്ട് ടോക്ക്. എല്ലാ ദിവസവും സ്കൂൾ പോകുന്ന കുട്ടികൾ ഏർലി മോർണിംഗിൽ എണീക്കാം. ചില മടിയന്മാർ കുറച്ച് വൈകി എഴുന്നേക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഡെയിലി റൊട്ടീനിൽ ബ്രഷിങ്, ടോയ്ലറ്റ്, സ്നാക്സ്, ചായ, ബ്രേക്ക്ഫാസ്റ്റ്, കുളിക്കൽ, ഇതൊക്കെ ഒരു ലാഗ് ചെയ്ത് പോകും. എന്നാൽ ചില കുട്ടികൾ എന്താ ചെയ്യാം? നല്ല ഉത്സാഹത്തോടു കൂടി വളരെ ഊർജ്ജസ്വലരായി അവരെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് വളരെ എയിമിങ്ങിൽ ത്രൂ ഔട്ട് ഈവനിങ് വരെ വന്ന് കളിച്ച് നെക്സ്റ്റ് അവരുടെ ഹോംവർക്കും കാര്യങ്ങളും അങ്ങനെ ഒരു റൊട്ടീനിലെ കുട്ടികളുണ്ട്. ഇത് രണ്ട് തരമാണുള്ളത്. ഹൈപ്പർ ആക്ടിവിറ്റിയിലെ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർ ബുദ്ധിയുള്ള കുട്ടികളാണ്. അവരൊന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരെ ട്രാക്കിലോട്ട് കൊണ്ടുപോവാണെങ്കിൽ നമുക്കവരെ നല്ല മക്കളായിട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പറയില്ല ഭയങ്കര കുരുത്തം കെട്ടതാണ്, ഒരു അനുസരണയില്ല. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ അവർ ഐക്യം കൊണ്ട് ചില അപകടങ്ങളിൽ തന്നെ ഒഴിവാകുന്നതൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലും മറ്റ് ചില അപകടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് കെയറിങ് കൊടുക്കേണ്ടടുത്ത് നമ്മൾ കെയറിങ് കൊടുക്കുക തന്നെ വേണം. അതിനെ നമ്മൾ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് കുട്ടികളെ എന്താ പറയുക ഡൗൺ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഫ്രണ്ട്സായാലും പാരൻസായാലും മാറി ചിന്തിക്കേണ്ട അവസ്ഥ ഇന്നത്തെ കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ എപ്പോഴും, ഞാനൊരു അത്ലറ്റ് ആയതുകൊണ്ട് ഞാനതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. 3 D. ഓക്കെ, ഫസ്റ്റ് D എന്ന് പറയുന്നത് ഡിസിപ്ലിൻ. നമ്മൾ ഏതൊരു കാര്യത്തിനും ചിട്ടയായ അവതരണം, പരിശീലനം, പ്രായോഗിക ബുദ്ധി കൊണ്ട് അതിനെ നേരിടുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്കതിനകത്ത് വിജയിക്കാൻ പറ്റും. അപ്പം ഡിസിപ്ലിൻ, അച്ചടക്കം നിർബന്ധമാണ് ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പരീക്ഷകളിൽ, നിങ്ങളുടെ മറ്റ് അക്കാദമിക് ലെവലിലൊക്കെ പാഠ്യേതര വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് D ഡിസിപ്ലിൻ. സെക്കൻഡ് വൺ, നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? ഈ ഡിസിപ്ലിൻ ഉണ്ടാകുന്ന മുന്നേ നമുക്കൊരു ഡിസിപ്ലിൻ വന്നതിന് ശേഷം നമ്മളൊരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു സ്പോർട്സ് ഇവൻറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു ഡാൻസ്, അല്ലെങ്കിൽ ഒരു ഡ്രാമ, സംതിങ് വാട്ടെവർ, കുട്ടികളുടെ സ്കൂളിലുള്ള എനി വർക്ക് എക്സ്പീരിയൻസ്, ഡ്രോയിങ് കോമ്പറ്റീഷൻ, പാക്കസ്, മാത്സ് ഒളിമ്പ്യാഡ്, അങ്ങനെ പലതരം എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ടാവും. പിന്നെ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന മക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡിസിപ്ലിനിൽ നിന്ന് അടുത്തതിലേക്ക് കടക്കുന്നത് എന്താണ്? ഡിറ്റർമിനേഷൻ. അടുത്ത സെക്കൻഡ് D ആണ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം എനിക്ക് നേടണമെന്ന് ചിന്തിച്ച് നമ്മുടെ ഫുട് പ്രിൻ്റ് മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും നടക്കുന്നത് മുന്നോട്ടല്ല, ബാക്കോട്ടല്ലല്ലോ. ചില എന്താ പറയുക ഗെയിമിങ്ങിലും ഫണ്ണിക്കൊക്കെ നമ്മൾ ബാക്കോട്ട് നടക്കും. പക്ഷേ നമ്മുടെ ജീവിത വിഷൻ, ലൈഫ് ടേൺ എന്ന് പറയുന്നത് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ കാഴ്ചപ്പാടിൽ നമുക്ക് എന്താ ഉണ്ടാവണം? ഉറച്ച തീരുമാനം ഉണ്ടാവണം. ഡിറ്റർമിനേഷൻ അത് സ്ട്രെങ്ത് ആയിട്ടുള്ളതാണ്. ലാസ്റ്റ് എന്താണ്? ഡിസിപ്ലിൻ കഴിഞ്ഞു, ഡിറ്റർമിനേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്ന അതിനോടുള്ളൊരു പാഷനുണ്ട്. അതിനാണ് പറയുക ഡെഡിക്കേഷൻ, അർപ്പണബോധം. അതിനങ്ങോട്ട് സമർപ്പിക്കുക. നമ്മളെ ഫിസിക്കലി മെൻ്റലി ആ വർക്കിലേക്ക് നമ്മളെ സമർപ്പിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് എല്ലാ മക്കളോടും പറയാനുള്ളത്. എൻ്റെ ലൈഫിലും ഞാൻ പറഞ്ഞു, ഞാൻ സിംഗിൾ പാരൻ്റായിരുന്നു. ഞാൻ അങ്ങനെയാണ് വളർന്നത്. നമുക്ക് കെയറിങ് എന്ന് പറഞ്ഞ സാധനം മിതമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഓവറായിട്ടും കിട്ടിയിട്ടില്ല, ലിമിറ്റായിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ്. അപ്പം അതിൽ നിന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കി ഡിസിപ്ലിനും ഡെഡിക്കേഷൻസും ഡിറ്റർമിനേഷനും ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ മക്കൾക്കും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏത് ട്രാക്കാണോ, നിങ്ങളുടെ അംബീഷൻ എന്താണോ, നിങ്ങളുടെ അഭിലാഷം എന്ന് പറയില്ലേ, ലൈഫിൽ ഇന്നതെനിക്ക് നേടണം. ഓക്കെ, ഇപ്പം കൊച്ചുമക്കളുള്ള കുട്ടികൾക്കൊക്കെ അവർ ഗ്രോത്ത് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇനി എന്താണ് ഫർദർ, അങ്ങനെയുള്ള മക്കൾക്ക് ആ ഒരു എയിമിങ്, ഇനി പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ഒരു ജോലി തേടുന്ന മക്കൾ, ഇനി ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ച് എല്ലാം കഴിഞ്ഞ് PSC കോച്ചിങ്ങൊക്കെ കഴിഞ്ഞു മറ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അപ്പം ഈ ഡിസിപ്ലിൻ,
ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ. ഈ 3D നമ്മുടെ കൂടെ നെഞ്ചോട് ചേർത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എവിടെയും പരാജയപ്പെടുകയില്ല. ഏത് രീതികളിലും വിജയം മാത്രം. ഓക്കെ, സക്സസ്ഫുൾ ലൈഫ്. യു ഓൾ ഏൺ യുവർ അച്ചീവ്മെൻറ്റ് ലൈഫ് ത്രൂ ഔട്ട് ഇൻ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്.